വാഹനാപകടത്തിൽ പരിക്കേറ്റ് മരിച്ച ചലച്ചിത്ര താരം സന്തോഷ് കെ നായരുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും. തൃശൂരിലാണ് ചടങ്ങുകൾ നടക്കുക. ഗുരുവായൂരിലെ വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം തൃശൂർ പാറമേക്കാവ് ശാന്തിഘട്ടിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും. നടനെ അവസാനമായി കാണാൻ സിനിമാ, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ഉൾപ്പെടെ നിരവധി പേരാണ് ഗുരുവായൂരിലെ വീട്ടിലേക്ക് എത്തിയത്. ഗുരുതരമായി പരിക്കേറ്റ സന്തോഷ് ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. വിവരങ്ങളുമായി സാനു കെ സജീവ് ചേരുകയാണ്. സാനു, സാംസ്കാരിക ലോകത്ത് തീരാ നഷ്ടം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. എപ്പോഴാണ് സംസ്കാര ചടങ്ങുകൾ? രാഖി, സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിട്ടുള്ളത് 1 മണിക്കാണ്. 1 മണിക്ക് പാറമേക്കാവ് ശാന്തിഘട്ടിലാണ് ഈ സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വസതിയിൽ പൊതുദർശനമാണ് നടക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഈ മലയാള ചലച്ചിത്ര ശാഖയിലേക്ക്, ആ ഒരു ഗണത്തിലേക്ക് ഒരു വില്ലൻ കഥാപാത്രവുമായിട്ടാണ് അദ്ദേഹം കടന്നു വരുന്നത്. അങ്ങനെ വന്ന് ഈ പ്രേക്ഷകരുടെ ഹൃദയത്തിൽ കൂടുകൂട്ടിയ ഒരു താരം കൂടിയാണ്. അങ്ങനെ എല്ലാ മേഖലയിലും, അതായത് ഒരു ചലച്ചിത്ര മേഖല എന്നല്ല, എല്ലാ തരത്തിലും മത, സാമുദായിക, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളൊരു വ്യക്തിമുദ്ര അല്ലെങ്കിൽ സജീവ സാന്നിധ്യമൊക്കെ ഉറപ്പിച്ചിരിക്കുന്ന വേളയിലാണ് ഈ ആകസ്മികമായിട്ടുള്ളൊരു മരണം അദ്ദേഹത്തെ തേടിയെത്തുന്നത്. അങ്ങനെ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തേക്കുള്ള യാത്രാവേളയിലാണ് ഈ ഒരു മരണം സംഭവിക്കുന്നത്. പത്തനംതിട്ട അടൂരിൽ വെച്ചായിരുന്നു ഈ വാഹനാപകടത്തിൽ ഈ ഗുരുതരമായി പരിക്കേൽക്കുകയും ഒപ്പം തന്നെ ആ സംഭവ സ്ഥലത്ത് വെച്ച് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ അപകടത്തിൽ പരിക്കേറ്റിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഭാര്യ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. എന്തായാലും ഇന്ന് 1 മണിക്കാണ് സംസ്കാരം നിശ്ചയിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ മറ്റൊരു പ്രധാന കാര്യം, ഈ നിധി ലിമിറ്റഡ് അതിൻ്റെ ഈ ദേശീയ ചുമതലയും, അതായത് സംഘത്തിൻ്റെ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആ ഒരു സംവിധാനത്തിലും അദ്ദേഹം സജീവമായിട്ട് പ്രവർത്തിച്ച് വരുന്നതിനിടയിലാണ് ഈ ഒരു മരണം ഉണ്ടായിട്ടുള്ളത്. നിധി ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതിൻ്റെ എല്ലാത്തരം പ്രവർത്തനങ്ങളിലും സജീവ സാന്നിധ്യമായിരുന്നു അദ്ദേഹം എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധയോട് മേഖലയിലടക്കം സജീവമായി വരുന്നതിനിടയിലാണ് ഈ ഒരു മരണം സംഭവിച്ചിട്ടുള്ളത്. എല്ലാ മേഖലയിലും ഈ ചലച്ചിത്ര ശാഖയിലടക്കം അവർക്കിപ്പോഴും ആ ഒരു ഈ മരണം വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഈ ഒരു വിടവ് അവർക്ക് ഇപ്പോഴും ചിന്തിക്കാനാവുന്നതിനും അപ്പുറമാണെന്നാണ് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരടക്കം വ്യക്തമാക്കുന്നതെന്ന്. 100 വർഷത്തോളം ഈ ഒരു 100 ചലച്ചിത്രങ്ങളിലടക്കം സജീവമായിട്ട് പങ്കാളിയാവുന്നു. ഒപ്പം തന്നെ 44 വർഷമായിട്ടുള്ള ചലച്ചിത്ര മേഖലയിലെ സജീവ സാന്നിധ്യം, 100ഓളം ചിത്രങ്ങൾ അഭിനയിക്കുന്നു. അതേപോലെ തന്നെ വില്ലൻ കഥാപാത്രങ്ങളിലൂടെ കടന്നു വരുന്നു. അതിനുശേഷം അത് ഹാസ്യ താരത്തിലേക്ക് മാറി എല്ലാ പ്രേക്ഷകരുടെ മനസ്സിലും ചിരകാല ഒരു സ്ഥാനം ഉറപ്പിക്കുന്നതിനിടയിലാണ് ഈ ഒരു മരണം സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ, വസതിയിൽ പൊതുദർശനം നടന്നു വരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിരവധി അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരടക്കം നിരവധി ആളുകൾ ഇതിനോടകം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്കറിയാൻ സാധിക്കുന്ന ദിലീപ് അടക്കം ഇവിടേക്ക് എത്തും എന്നുള്ളതാണ്. ഇതിനുശേഷം അതേപോലെ തന്നെ ചലച്ചിത്രകാരമായിട്ടുള്ള അജു വർഗീസ്, ഇങ്ങനെ നിരവധി ആളുകൾ ഇവിടേക്ക് എത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇപ്പോഴും പൊതുദർശനം തുടരുന്നു. നിരവധി ആളുകൾ ഈ വീട്ടിലേക്ക് എത്തുന്നു. അതേപോലെ തന്നെ BJPയുടെ അടക്കമുള്ള നേതാക്കൾ അല്പസമയം മുമ്പ് ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. ഇനി സംസ്ഥാന വൈസ് പ്രസിഡന്റായിട്ടുള്ള KK അനീഷ് കുമാർ അടക്കം ഇവിടേക്ക് എത്തുന്നുണ്ട് എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ആ ഒരു ഈ വളരെ വേഗത്തിലുള്ള ആ ഒരു മരണം, അത് പലർക്കും ഇപ്പോഴും അത് വിശ്വസിക്കാൻ സാധിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം പോലും ഫോണിൽ വിളിച്ച് ബന്ധപ്പെട്ടിരുന്നു. പെട്ടെന്നുണ്ടായ ഈ ഒരു അപകടം, അതിലാണ് ഈ ഒരു ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ളത്. അത് പലർക്കും താങ്ങാവുന്നതിനപ്പുറമുള്ള ഒരു വേദനയായി മാറുന്ന ഒരു സന്ദർഭമാണുള്ളത്. ഇപ്പം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, അദ്ദേഹത്തിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന സഹപ്രവർത്തകരടക്കം എത്തി ആ ഒരു അവസാന യാത്ര ആക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്കാണ് സംസ്കാരം നിശ്ചയിച്ചിട്ടുള്ളത്. രാഖി, സന്തോഷ് കെ നായർക്ക് നാട് വിട ചൊല്ലുകയാണ്. സാനു കെ സജീവാണ് വാർത്തയുടെ വിശദാംശങ്ങൾ അവിടെ നിന്ന് നൽകിയത്.